Hey guys, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ഒരു അൺബോക്സിംഗ് ചെയ്യുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുന്ന മൈക്കും ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ചർച്ച നടത്താൻ പോകാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതായത് യൂട്യൂബിൽ മോട്ടോ വ്ളോഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വ്ളോഗ് ചെയ്യാനായിട്ട് GoPro ഉപയോഗിച്ചിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് മൈക്ക് അഡാപ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ GoProയ്ക്ക് മൈക്ക് അഡാപ്റ്റർ വാങ്ങിയതും അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടതുമാണ്. പക്ഷേ നമുക്ക് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, GoProയിൽ മൈക്ക് അഡാപ്റ്ററിനകത്ത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് നൈസായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മളുടെ ഓഡിയോ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ എങ്ങനെ പോയി എന്നുള്ള ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈക്ക് അല്ലെങ്കിൽ മൈക്ക് അഡാപ്റ്റർ ഏതോ ഒന്ന് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടുക ചെയ്തത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് മൈക്ക് അഡാപ്റ്റർ ഏതോ ഒന്ന് അടിച്ചു പോയി എന്ന്. അച്ഛന്മാർ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചില സമയങ്ങളിൽ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ലാപ്സിലേക്ക് മാറിയിട്ട് അവിടെ ടൈം ലാപ്സ് വീഡിയോസ് റെക്കോർഡാവുക. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ സ്ലോ മോഷനിലേക്ക് പോയിട്ട് സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡാവുക. മൈക്ക് അടിച്ചു പോയി എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എന്ത് ചെയ്തു, ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൈക്കാണ് ഇപ്പോൾ വന്നിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ 3 മൈക്കുകൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 3 ഡിവൈസിൽ വീഡിയോ റെക്കോർഡിങ്ങുമാണ്. 4ാമതായിട്ടാണ് നമ്മുടെ ഈ ഒരു മൈക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച ബോക്സാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മുടെ GoProയും മൈക്ക് അഡാപ്റ്ററിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അൺബോക്സിംഗ് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതിനുമുമ്പ് തന്നെ നമ്മളുടെ ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 മൈക്കുകൾ, ഒന്ന് നമ്മുടെ നോക്കിയയുടെ മൈക്കാണ്. ഓക്കെ, നോക്കിയയുടെ മൈക്ക് നമ്മുടെ വിവോയുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിവോയുടെ ഫോണിൽ നോക്കിയയുടെ മൈക്കാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് നോക്കിയയുടെ മൈക്കിൻ്റെ അകത്തു നിന്നാണ്. ഓക്കെ, ഇപ്പോൾ നോക്കിയയുടെ മൈക്ക് എന്ന് പറഞ്ഞാൽ നോക്കിയ കമ്പനി ഇറക്കിയ മൈക്കല്ല, നോക്കിയയുടെ ഹെഡ്സെറ്റ് എൻ്റെ ആ ഒരു ഇയർ പീസ് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്ക് മാത്രം എടുത്തേക്കാണ്. അതിനകത്ത് നിന്നാണ് നിങ്ങളിപ്പോൾ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൈക്കില്ലേ, ആ മൈക്കിനകത്ത് നിന്നാണ് ഇപ്പോൾ നിങ്ങൾ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയ BY-M1 എന്ന് പറയുന്ന ആ ഒരു മൈക്കിൻ്റെ വോയിസാണ് നിങ്ങൾ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. BY-M1 എന്ന് പറയുന്ന മൈക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് തന്നെയാണ്. അതിൻ്റെ ആ ഒരു പെർഫോമൻസ് അത് തരുന്നുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഈ ഒരു 3 മൈക്കുകൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 മൈക്ക് പോരാഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 4ാമതൊരു മൈക്ക് കൂടി വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ മൈക്കിൻ്റെ ഒരു റിവ്യൂ ചെറുതായിട്ടൊന്ന് നോക്കാം. അതുപോലെ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു മൈക്കിലേക്ക് പോയി, ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ മൈക്ക് അഡാപ്റ്ററും ഓൾറെഡി ഒരു മൈക്ക് ഉണ്ടായിട്ട് നമ്മൾ പിന്നെ ഒരു മൈക്ക് എന്തിനു വാങ്ങി എന്നുള്ളത് പറയാം. GoProയുടെ ഈ ഒരു മൈക്ക് അഡാപ്റ്ററിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അവർ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് അതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മറ്റ് പല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു GoProയുടെ മൈക്ക് അഡാപ്റ്ററിനകത്ത് നമ്മുടെ ഒരു ചാർജിങ് പോർട്ട്, ഒരു ടൈപ്പ് സി പോർട്ട് കണ്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് പേരോട് ചോദിച്ചു ഇതെന്തിനാണ് ഈ ടൈപ്പ് സിൻ്റെ ഒരു പോർട്ട് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ ആർക്കും അറിയില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ റിസർച്ച് ചെയ്തു. ആ റിസർച്ചിനൊടുവിലാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കിയത്. ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു സി പോർട്ടിലേക്ക് പിന്നെ പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് റെക്കോർഡ് നടക്കും. അല്ലാത്ത സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാർജർ വഴി നമ്മളുടെ ക്യാമറ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിനകത്ത് നമ്മൾക്ക് കുറച്ച് ലോങ് റൈഡ് ആയതുകൊണ്ട് തന്നെ എന്താക്കി, നമ്മൾക്ക് ബാറ്ററി ബാക്കപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ മൈക്കിന് തകരാറ് സംഭവിച്ചതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനുണ്ടായ സാഹചര്യം. നമ്മൾ അത്തരത്തിൽ പവർ കണക്ട് ചെയ്തപ്പോഴാണ് വോയിസ് ഡ്രോപ്പ് ആയത്, വോയിസ് കിട്ടാതെ വന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ഒരു ടൈപ്പ് സി പോർട്ട് എന്നുള്ളത് നമുക്ക് പിന്നെയും സംശയമായി. ഞാനിപ്പോൾ ഒരിക്കൽ കരുതിയത് ഈ ഒരു ചാർജ് ചെയ്യാനായിട്ടാണ്, നമ്മൾ ഈ ഒരു അഡാപ്റ്റർ ചാർജ് ചെയ്യാനായിട്ടാണെന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതല്ല. പിന്നീട് ഒരു വീഡിയോനകത്ത് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഈ ഒരു സി പോർട്ട് വഴി പവർ കണക്ട് ചെയ്ത് നമുക്ക് ക്യാമറ അറ്റ് ദ സെയിം ടൈം മൈക്ക് അഡാപ്റ്ററും അതുപോലെ അതിനകത്ത് മൈക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാർജിങ്ങും നടക്കും എന്നുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അതും അല്ല ശരിയായ അതിൻ്റെ പർപ്പസ് എന്നുള്ളത് പിന്നെയാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ള ആ ഒരു പർപ്പസ്. അത് തന്നെയാണോ ഒറിജിനൽ എന്ന് അതും നമുക്ക് വ്യക്തമല്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ പവേർഡ് ആയിട്ടുള്ള മൈക്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ പവേർഡ് മൈക്കാണ്. ഈ മൈക്കിനൊന്നും നമുക്ക് ഇലക്ട്രിക് സപ്ലൈ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം അല്ലെ കറണ്ട് എന്ന് പറയുന്ന സാധനം ഇതിന് ആവശ്യമില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഫോണിൽ എവിടെയും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിലേക്ക് കറണ്ട് വരുന്നില്ല. ഓക്കെ, നോൺ പവേർഡ് ആയിട്ടുള്ള മൈക്കുകളല്ല, അതേ പവേർഡ് മൈക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓഡിയോ സോഴ്സ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഓഡിയോ സോഴ്സ് ഉണ്ട്. അതായത് നോൺ പവേർഡ് ഉണ്ട്, പവേർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിറ്റാർ പോലുള്ള സാധനങ്ങളിൽ ഔട്ട് എടുക്കുന്ന ഓഡിയോ അത് വേറെ ടൈപ്പാണ്. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഓഡിയോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പവേർഡ് മൈക്കുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ മൈക്കിന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാനായിട്ടാണ് ഈ ഒരു പോർട്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് സി പോർട്ട് അഡാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ റെഫറൻസ് നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു. ഈ ഒരു മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചു. നോ റിപ്ലൈ. യൂട്യൂബിൽ കുറേ തപ്പി, നമ്മൾ ഒരുപാട് വീഡിയോസ് തപ്പി, എന്നിട്ടും വലിയൊരു കാര്യമായിട്ടുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഗോപ്രോയുടെ വെബ്സൈറ്റ് കയറി തപ്പി നോക്കി. ഗോപ്രോയുടെ വെബ്സൈറ്റിലും ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു മൈക്ക് അഡാപ്റ്ററിൻ്റെ ബോക്സിലും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഫസ്റ്റ് തരുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഒരു പവേർഡ് മൈക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള പവർ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു പോർട്ട് കൊടുത്തേക്കുന്നതെന്ന് അവരുടെ അടുത്തു നിന്നാണ് നമുക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഫസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ നമ്മൾ ഒരു വീഡിയോയിലും സെയിം ഈ ഒരു അഭിപ്രായം കണ്ടു. സെയിം ആയിട്ട് ആ പുള്ളിയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പവേർഡ് ആയിട്ടുള്ള മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 മൈക്കിൻ്റെയും ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പം നിലവിൽ കിട്ടും. ഓക്കെ, അപ്പം മൈക്ക് ടെസ്റ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോക്കിയ കമ്പനി നോക്കിയ ഫോണിൻ്റെ കൂടെ തരുന്ന ആ ഒരു ഹെഡ്സെറ്റില്ലേ, അതിൻ്റെ ഇയർ പീസ് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മൈക്ക് മാത്രം എടുത്തേക്കാണ്. അതിലാണ് നിങ്ങൾ ഇപ്പോൾ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയുടെ അകത്ത് നമ്മുടെ ഗോപ്രോക്കകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മൈക്ക് നമ്മുടെ ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള മൈക്കാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയ M1 BY-M1 എന്ന് പറയുന്ന ആ ഒരു മൈക്കിൻ്റെ വോയിസാണ് നിങ്ങൾ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 മൈക്കിൻ്റെയും വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ 3 മൈക്കിൻ്റെയും വോയിസ് എത്രത്തോളം ക്ലിയർ ആണ്, ഏത് വോയിസാണ് ഏറ്റവും നല്ലതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ 3 മൈക്കും ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, 3 മൈക്കും ഇവിടെ ഉണ്ട് നമ്മുടെ കോളറിൽ. ഏത് മൈക്കാണ് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 മൈക്ക് വെച്ചിട്ട് വോയിസ് ചെയ്തത്. ഓക്കെ മച്ചന്മാർ, നമ്മളിപ്പോൾ നമ്മുടെ 3 ഡിവൈസുകളിലും 3 മൈക്കുകൾ കണക്ട് ചെയ്തിട്ട് വോയിസ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഒരു ഡിവൈസിൽ തന്നെ 2 മൈക്ക് കണക്ട് ചെയ്തപ്പോൾ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള വോയിസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഫോണിൽ, അതായത് നമ്മുടെ ഓപ്പോയ്ക്കകത്തും വിവോയ്ക്കകത്തും സെയിം മൈക്ക് കണക്ട് ചെയ്തപ്പോഴും വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് 2 തരത്തിലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് മൈക്കിൻ്റെ ക്വാളിറ്റി കുറവാണോ അല്ലെങ്കിൽ ഫോണിൻ്റെ ക്വാളിറ്റി കുറവാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഗോപ്രോക്കകത്ത് തന്നെ 3 മൈക്കും കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. 3 മൈക്ക് ഒരുമിച്ചല്ല, നമുക്ക് ഓരോ മൈക്കായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള മൈക്കായിരുന്നു. ഓക്കെ, നമ്മുടെ മൈക്ക് അഡാപ്റ്ററിനകത്തുണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു മൈക്ക് അഡാപ്റ്റർ നിങ്ങൾക്ക് മൈക്ക് അഡാപ്റ്റർ കാണുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് മൈക്ക് അഡാപ്റ്റർ. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ കണക്ട് ചെയ്തുള്ള ഹെൽമെറ്റിൻ്റെ അകത്ത് വെച്ച ആ ഒരു മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത മൈക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഹെൽമെറ്റിനകത്ത് മൈക്ക് ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോയയുടെ മൈക്ക് ആണിത്, കൺഫേം ആയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ബോയയുടെ മൈക്കിൻ്റെ വയറാണ്. അപ്പോൾ ഇതിനകത്ത് ബോയയുടെ മൈക്കിൽ ഇവിടെ ക്യാമറ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ നമ്മളിത് ക്യാമറയിലേക്ക് മാറ്റുക, എന്നിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ബോയ BY-M1 എന്ന് പറയുന്ന മൈക്കിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. അതുപോലെ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഹെൽമെറ്റിനകത്തുള്ള മൈക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ബോയ BY-M1 ആണ്. അതുപോലെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്ത മൈക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുതിയ വാങ്ങിയ മൈക്കും അതുപോലെ തന്നെ നമ്മുടെ നോക്കിയയുടെ മൈക്കുമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നോക്കിയയുടെ മൈക്കിൽ വരുന്നത് TRRS ആണ്. ഓക്കെ, 4 കട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. നമ്മൾ ഗോപ്രോയിലേക്ക് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ പുതിയ മൈക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കാരണം അതിനകത്ത് നമ്മുടെ അഡാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, TRRS നിന്ന് TRSലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അഡാപ്റ്റർ അതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഞാനിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ റൂം ഏതാണ്ട് ഒരു ഗോഡൗൺ കണക്ക് ഇരിക്കുകയാണ്. നമ്മൾ മുഴുവനും വാരി വലിച്ചിട്ടേക്കാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ആ ഒരു പാക്കിങ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് പുറത്തെടുത്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ബ്രാൻഡ് പറയുന്നത് സ്മാർട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് നമുക്കിനി അൺബോക്സ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്പെയർ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഈ ഒരു ബോക്സിനകത്ത് നമ്മുടെ
ഒരു ചെറിയൊരു യൂസർ മാനുവൽ പോലെ എന്തോ ഒരു സംഭവം, ജസ്റ്റ് ഒരു പേപ്പർ അത്രയേ ഉള്ളൂ. നമുക്കിത് എന്തായാലും നോക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു ചെറിയൊരു ബോക്സിനകത്താണ് നമ്മുടെ മൈക്ക് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ബോക്സിൽ വരുന്നത് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലും കാണിച്ചേക്കുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മൾക്കൊരു അഡീഷണൽ കേബിളാണ് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ തന്നെ വേറെയും മൈക്കുകൾ ഉണ്ടായിട്ട് നമ്മൾ ഈ ഒരു മൈക്ക് ചൂസ് ചെയ്യാണ്ടായ സാഹചര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾക്ക് എക്സ്റ്റൻഷൻ കോഡ് ഇതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ, TRRS ആണ്, അതുപോലെ ഇതും TRRS ആണ്. ഇതിങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ അതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ കോഡാണ്. ഇതിനകത്ത് നമ്മൾക്ക് നമ്മുടെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ GoProയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ കാര്യങ്ങൾ പോലെയൊക്കെ എടുക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കോളറിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ അത്രയും ലെങ്ത്തിൽ ഈ ഒരു മൈക്ക് നീളം കിട്ടും. അതിൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച് മറ്റൊരു മൈക്ക് കണക്ട് ചെയ്ത് നീളത്തിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് മൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു TRS അഡാപ്റ്റർ ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഇത് TRS അഡാപ്റ്ററാണ്, ഇത് TRRS ആണ് ഈ ഒരു പിന്ന് വരുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് TRS ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. GoProയിലോ ക്യാമറയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ സൗകര്യാർത്ഥം ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ മൈക്ക്. ഓക്കെ, ഒരു കുഞ്ഞൻ സ്വീറ്റായിട്ടുള്ള ഒരു കുഞ്ഞു മൈക്കാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്കിവിടെ സ്മാർട്രോണിക്കിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. നമ്മളെ മെറ്റൽ ക്ലിപ്പാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഈ ഒരു ക്ലിപ്പ്. അതുപോലെ നമ്മുടെ വിൻഷീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി വൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് നല്ല ഒരു ക്വാളിറ്റി, നമ്മുടെ ബോയയുടെ മൈക്കിനേക്കാൾ ക്വാളിറ്റി എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ബോയയുടെ മൈക്കിനെ അപേക്ഷിച്ച് നന്നാവുമോ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിനി കാണാൻ പോകുന്നത്ര. ഓക്കെ, നമ്മൾ ഈ ഒരു പുതിയൊരു മൈക്കിനെ നമ്മൾ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ ബോയയുടെ മൈക്കിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പുകഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ലുക്കും മാത്രം നോക്കി നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ GoProയിലോട്ട് തന്നെ കണക്ട് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് 1.5 മീറ്റർ സംതിങ് എന്തോ ആണ്. ഓക്കെ, ഇത് 1.5 മീറ്ററോളാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വന്നേക്കുന്നത്. ഈ ഒരു മൈക്കിനും അതിൻ്റെ കൂടെ വരുന്ന കേബിളിനും ലെങ്ത്ത് വന്നേക്കുന്നത്. അതുപോലെ ഏതാണ്ട് ഒരു 2 മീറ്ററിന് അടുപ്പിച്ച് 2 മീറ്ററോളം ഈ ഒരു എക്സ്റ്റൻഷനും ലെങ്ത്ത് വന്നിട്ടുണ്ട്. നമുക്ക് യഥേഷ്ടം വ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഇതിന് നല്ലൊരു എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബോയയുടെ മൈക്ക് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളുടെ കേസിൽ നമുക്ക് ബോയയുടെ മൈക്ക് യൂസ് ചെയ്യാം. ഒരു 20 മീറ്ററോളം ലെങ്ത്ത് നമ്മുടെ ബോയയുടെ മൈക്കിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 10 മീറ്റർ എന്തായാലും ബോയയുടെ മൈക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു 2 മീറ്റർ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഈ ഒരു വയറും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പുതിയ മൈക്ക് സ്മാർട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഈ ഒരു മൈക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് ടെസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ ചാനൽ ചർച്ചയിൽ പോയ പോലെയായി, 4 മൈക്കായി. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ പുതിയ മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകണം. ഇത് ഡയറക്റ്റ് കണക്റ്റ് അല്ല. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ആ ഒരു TRRS അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് ഫോണിലേക്കാണ് ഈ ഒരു TRRS വരുന്നത്. അപ്പോൾ നമുക്ക് TRS അഡാപ്റ്റർ ഇതിനകത്ത് കണക്ട് ചെയ്യുക. നമ്മുടെ മൈക്ക് ഇപ്പോൾ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ പുതിയ മൈക്കിനകത്താണ്. ഇത് എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളാണ് ഫസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടോ. ഇതൊരു പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം കാശിന് നമ്മുടെ യൂസിന് വേണ്ടി വാങ്ങിയതാണ്. വരും വീഡിയോകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസും ഈ ഒരു മൈക്കിൽ നിന്ന് തന്നെയാണ് കേൾക്കാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണം തീരുമാനിക്കേണ്ടത് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ കൂടി ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വോയിസിൻ്റെ ക്വാളിറ്റിയിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിന് വന്ന വയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും ഇത് ക്വാളിറ്റി കുറവുള്ള വയറും ആണെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അത്യാവശ്യം കട്ടായി പോകാനോ അല്ലെങ്കിൽ ഗ്രെയിൻസ് ഒരു നോയ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു കണക്ടർ കൂടി കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ കോഡ് കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ മൈക്ക് ഡിസ്കണക്ട് ചെയ്യാണ്. ആ കണക്ടർ നമ്മുടെ മൈക്ക് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു എക്സ്റ്റൻഷൻ കോഡ് വെച്ചിട്ട് അത്രയും ലെങ്ത്തിലുള്ള ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. നേരത്തെ സംസാരിച്ച അതേ സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. കൂടുതലായിട്ട് ശബ്ദം എടുത്തിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാവുന്നതാണ്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വോയിസ് കേട്ട് നോക്കുക. ഇത്
കഴിഞ്ഞ തവണ നമ്മുടെ ഫസ്റ്റ് ഈ വീഡിയോനകത്ത് നമ്മുടെ ഒരു മച്ചാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൈക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയർഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഒരു സൈഡ് മാത്രമേ വോയിസ് വരുന്നുള്ളൂ, മറ്റേ സൈഡ് ഫുൾ ബ്ലാക്ക് ഔട്ട് ആണെന്നാണ് നമ്മുടെ ഒരു മച്ചാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള വീഡിയോയിൽ നമ്മളത് പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് കുറച്ചുകൂടെ ആയിപ്പോൾ കാണിച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാണ് ചെയ്തത്. കാരണം അത് നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞ മൈക്കിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു മൈക്കിനകത്ത് എങ്ങനെയാണ് രണ്ട് സൈഡും വോയിസ് റെക്കോർഡ് ആവുന്നുണ്ടോ, ഇനി ഇല്ല ഒരു സൈഡ് മാത്രമാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇനി അപ്പോൾ ഒരു സൈഡ് മാത്രമാണെങ്കിൽ നമുക്കിത് രണ്ട് സൈഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്കാനാക്കിയിട്ട് പറ്റും. ഓക്കെ, രണ്ട് സൈഡും നമുക്ക് വോയിസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഒരുമിച്ച് തന്നെ രണ്ട് സൈഡും ലെഫ്റ്റ് റൈറ്റ് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്രയും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട. നമ്മളും എഡിറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട് കുറക്കാനായിട്ടാണ് ഇത്രയും നമ്മളിപ്പോൾ പൈസ മുടക്കിയതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു GoPro വാങ്ങിയിട്ട് വ്ളോഗ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ മൈക്ക് അഡാപ്റ്ററും അതിന് നല്ലൊരു മൈക്കും. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങുന്നതാണ്. 499 രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആമസോണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരുന്നു. ഇതേ പ്രൈസിന് ഇതിനേക്കാൾ ഇച്ചിരി പ്രൈസ് കുറഞ്ഞിട്ട് നമ്മുടെ മുവാനോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ മൈക്കും അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു ബ്രാൻഡിനകത്ത് നമുക്ക് എക്സ്റ്റൻഷൻ കോഡ് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ മച്ചാമാരെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോക്കിയയുടെ ഹെഡ്സെറ്റ് അത് കട്ട് ചെയ്തിട്ടെടുത്ത ആ ഒരു മൈക്കിനകത്തുള്ള വോയിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ GoProയിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. GoProയിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു പുതിയ മൈക്കിൻ്റെ ആ ഒരു TRRS to TRS കണക്ടർ, ഓക്കെ, ആ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ട്, ഇനി അതിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ആവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മൈക്ക് വാങ്ങാൻ ക്യാഷ് കളയുന്നില്ല, നമ്മുടെ അഡാപ്റ്റർ വാങ്ങുന്നു, GoPro വാങ്ങുന്നു, അതിന് മൈക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ പഴയ നോക്കിയയുടെയൊക്കെ മൈക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടത് നമ്മുടെ ആ ഒരു കണക്ടർ മാത്രം, ആ ചെറിയൊരു കണക്ടർ മാത്രമേ ആവശ്യമുള്ളൂ. അത് മനസ്സിലാക്കി തരാനാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ഇത് കൂടി ചെയ്തത്. ഓക്കെ, നമ്മുടെ നോക്കിയയുടെ മൈക്ക് കൂടി കണക്ട് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഈ ഒരു മൈക്കിനകത്ത് റെക്കോർഡ് ആവുന്നുണ്ടോ, എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോയ്ക്കും അങ്ങനെ ഒരു സെറ്റപ്പ് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മച്ചന്മാരെ, ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.